ഹലോ എവറി വൺ, വെൽക്കം ടു നോട്ട് ബഡി ഡോട്ട് ഇൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ ദ ഇങ്ക് ആൻഡ് ദി മെലഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂണ്. ഈ ഒരു കാർട്ടൂൺ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടോം ആൻഡ് ജെറിയുടെ ക്രിയേറ്റർ ആയിട്ടുള്ള ജോസഫ് ബാർബറ എന്ന് പറഞ്ഞിട്ടുള്ള ആളും, അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വേൾഡ് ഫേമസ് കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ, ഈ രണ്ട് പേരും തമ്മിലുള്ള ഒരു മീറ്റപ്പ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂടിക്കാഴ്ച, അവരുടെ ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ വൈൽ വി റീഡ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലേ, ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ സമ്മറി, നോട്ട്സ്, എല്ലാ കാര്യങ്ങളും നോട്ട് ബഡി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. എക്സാം ഒക്കെയാണ് വരുന്നത്, നന്നായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ജോസഫ് ബാർബറ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് എന്ന് വിളിക്കാനാണ്. ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ്. ഓക്കെ, അതായത് അദ്ദേഹം പല പൊസിഷനിൽ ഇരുന്നിട്ടുണ്ട്. അയാൾ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്, കോ പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്, വേണമെങ്കിൽ ഡിഷ് വാഷർ എന്ന് വരെ വിളിക്കാം. അതൊരു തമാശ രൂപേണ പറയുന്നതാണ്. ഓക്കെ, പാത്രം കഴുകുന്ന ആൾ, അത്രയും കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് ഏറ്റവും ഇഷ്ടം ക്രിയേറ്റീവ് കൺസൾട്ടൻറ്റ് എന്ന് വിളിക്കാനാണ്. ഓക്കെ, അതുപോലെ തന്നെ അയാളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അദ്ദേഹം ടോം ആൻഡ് ജെറിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ടൈമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ ടോം ആൻഡ് ജെറിനോട് എത്രത്തോളം കണക്ഷൻ ഉണ്ടെന്നാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കാണിക്കുന്നത്. 1992 ജോസഫ് ബാർബറിനെ മൈക്കിൾ ജാക്സൺ, അതായത് ആലോചിക്കണം, കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സന് ജോസഫ് ബാർബറിനെ കോണ്ടാക്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഒരു പ്രൊജക്റ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാർട്ടൂണിന്റെ വളരെയധികം ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ പ്രേമി തന്നെയാണ് ആര്, മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാള് കോണ്ടാക്ട് ചെയ്താൽ ആർക്കല്ലേ നോ പറയാൻ പറ്റാം. അതുപോലെ തന്നെ ജോസഫ് ബാർബർ എന്താണ്, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അദ്ദേഹം യെസ് പറയാണ് ചെയ്തത്. ആദ്യം തന്നെ അദ്ദേഹം ചിന്തിച്ചിട്ടുള്ളത്, ജോസഫ് ബാർബർ എങ്ങനെ ചിന്തിക്കുകയാണ്, ടോം ആൻഡ് ജെറിക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു പാട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്നൊക്കെ. പക്ഷെ പാടിയിട്ടൊന്നും ഇല്ല. പക്ഷെ എന്താണ്, അയാൾ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എന്താണ് ചിന്തിച്ചു കൂട്ടുന്നതായിരുന്നു അതെല്ലാം. ഇവര് തമ്മിൽ ടോട്ടൽ 5 തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മീറ്റിംഗ് മൈക്കിൾ ജാക്സന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടായിരുന്നു, വിൽഷർ ബോൾവാർഡ്. ഓക്കെ, അവിടെ വെച്ചിട്ട് മൈക്കിൾ ജാക്സൺ ചോദിക്കുകയാണ്, ഈ ടോം ആൻഡ് ജെറി സീരീസ് കംപ്ലീറ്റ് എഴുതിയത് ജോസഫ് ബാർബറയാണോ, നിങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ല, ഞാൻ അതൊക്കെ വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഐ ഡ്രൂ ദം എന്നാ പറയുന്നത് അല്ലെ. അതായത് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഇതൊന്നും എഴുതിയത് ഇദ്ദേഹമല്ല, ഇതെല്ലാം എന്താണ് വരയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് ജോസഫ് ബാർബറ പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണണോന്ന്. കാണാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ പോയിട്ട് എന്താണ് നോട്ട്ബുക്കും അതുപോലെ തന്നെ മാർക്കറും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ജോസഫ് ബാർബറ വരയ്ക്കുന്നത് ഏത് കാർട്ടൂണാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോം ആൻഡ് ജെറിയിലെ ബൗളിംഗ് അലി കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലെ ആക്ഷനും അതിലെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം വരയ്ക്കുന്നത്. സോ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ജോസഫ് ബാർബറുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസ് ഏതാന്ന് വെച്ചാൽ ഫീച്ചർ ബൗളിംഗ് അലി കാറ്റ് ആണ്. ഓക്കെ, അതാണ് വരച്ചു കൊടുക്കുന്നുണ്ട് ഉള്ളത്. അതിൽ 5 സ്കെച്ചസോളം എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വരയ്ക്കുന്ന സമയത്ത് ജോസഫ് ബാർബറിന്റെ ഷോൾഡറിലൂടെ ഇങ്ങനെ നോക്കിയിട്ട് കുറച്ച് ഭാഗമൊക്കെ കാണുമല്ലോ, അത് കണ്ടിട്ട് തന്നെ മൈക്കിൾ ജാക്സൺ എന്ത് ചെയ്യുന്നുണ്ട്, വാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 5ാമത്തെ സ്കെച്ചിൽ അദ്ദേഹം എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ഞാൻ ഇതിൽ ഓട്ടോഗ്രാഫ് ചെയ്യാനെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ജോസഫ് ബാർബർ ഇതിൽ ഓട്ടോഗ്രാഫ് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം മൈക്കിൾ ജാക്സൺ പറയുന്നുണ്ട്, ആ യെസ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, എന്ത്, ഇനി എനിക്കൊരു ഓട്ടോഗ്രാഫ് ആയാലോ, അതായത് മൈക്കിൾ ജാക്സണോട് ഒരു ഓട്ടോഗ്രാഫ് തരാൻ പറയാണ്. അത് പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ എന്താണ്, മൈക്കിൾ ജാക്സണും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സന്റെ നീസ് ആയിട്ടുള്ള നിക്കോള എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അവർ രണ്ടുപേരുള്ള ആ ഒരു പോസ്റ്ററിൽ ഓട്ടോഗ്രാഫ് തരുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഓട്ടോഗ്രാഫ് എഴുതാൻ തുടങ്ങി. സാധാരണ എല്ലാവരും എന്താണ്, പെട്ടെന്ന് ഓൾ ദി ബെസ്റ്റ് എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ചെറുത് എഴുതാണ് ചെയ്യുക. പക്ഷേ ഇതിൽ മൈക്കിൾ ജാക്സൺ എന്താണ്, ഒരുപാട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ്, നിങ്ങൾ തന്നെ ഉറക്കെ വായിച്ചോളൂ എന്ന്. അപ്പോൾ അതെന്താണ്, ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ,
today and tomorrow. With many thanks for all the many cartoon friends you gave me as a child. They were all I had. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം പറയാണ്, ഇന്നലത്തെയും ഇന്നത്തെയും നാളത്തെയും ഹീറോ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ഒരുപാട് താങ്ക്സ് പറയാണ്. എന്തിനു വേണ്ടിയിട്ടാ താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്? ഓട്ടോഗ്രാഫിലുള്ള കാര്യമാണ് അല്ലേ? എന്തിനു വേണ്ടിയിട്ടാ താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് കാർട്ടൂൺ ഫ്രണ്ട്സിനെ തന്നതിന്. കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്താണ് ഒരുപാട് കാർട്ടൂൺ ഫ്രണ്ട്സ്, അതായത് കാർട്ടൂണിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് തന്നെ അറിയാം, ടോം ഉണ്ട്, ജെറി ഉണ്ട്, പിന്നെന്താണ് ജെറിന്റെ ഒരു കസിൻ ഒരു ചോട്ട ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ടോമിന്റെ ഗേൾ ഫ്രണ്ട്, ജെറിയുടെ അതുപോലെ തന്നെ ഒരു ഒരു കുഞ്ഞു ഡക്കൊക്കെ ഇല്ലേ? അങ്ങനെ ഒരുപാട് കാർട്ടൂണിൽ തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ക്യാരക്ടേഴ്സിനൊക്കെ എന്താണ് ഫ്രണ്ട്സ് ആയിട്ടാണ് മൈക്കിൾ ജാക്സൺ എന്ത് ചെയ്തിട്ടുള്ളത്? കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അയാൾക്ക് എന്നാണ് പറയുന്നത്. അതിൽ ഈ ഒരു ഓട്ടോഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? അദ്ദേഹം കുറെ ലോൺലിനെസ് അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം, ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇവർ മാത്രമേ ഉള്ളൂ എന്ന്, അതായത് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ കാർട്ടൂണിലെ ക്യാരക്ടേഴ്സിനൊക്കെ ഫ്രണ്ട്സ് ആക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം മൈക്കിൾ ജാക്സൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു ഓട്ടോഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുന്ന സമയത്ത് ജോസഫ് ബാർബർ പറയാണ് ഈ ഒരു മൈക്കിൾ ജാക്സനെ പറ്റിയിട്ട്, അദ്ദേഹം എന്താണ് ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഒരു കാം റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ പോലെ ഒരു ജാടയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരാളെ അല്ല, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള നല്ലൊരു മനുഷ്യനാണെന്ന് പറയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും 5 മീറ്റിങ്ങോളം അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്താണ് ഇവർ തമ്മിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് പോലും വന്നിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ്സ് ഓഫ് ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷന് പ്രത്യേകിച്ച് എന്താണ് ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു മൈക്കിൾ ജാക്സണുമായിട്ട് ഒരു ഡീലിന്. അതായത് ഈ എക്സിക്യൂട്ടീവ്സ് ഓഫ് ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വലിയ വലിയ ബിസിനസ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ, അവർക്ക് എന്തില്ലായിരുന്നു? താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു പ്രൊജക്റ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ലെങ്കിലും ജോസഫ് ബാർബർക്ക് ഈ ഒരു മീറ്റിംഗ് എന്താണ് വളരെ സന്തോഷം, അതുപോലെ തന്നെ മനസ്സിന് ഭയങ്കര ഹാപ്പിനെസ്സും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. എക്സാം ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.